കഴിഞ്ഞ ദിവസം ഞാൻ ഇരുമ്പാമ്പുളിയുടെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് ഇഷ്ടമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വിഷമമുള്ളത് നിങ്ങൾ ആരും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്യണേ. നമ്മളിനി ഇരുമ്പാമ്പുളിയുടെ വിശേഷങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞു ഒരു 30 വർഷം മേലെ ഉണ്ടാവും. ഞാനിവിടെ വരുമ്പോഴേ ഉണ്ട് ഇരുമ്പാമ്പുളി. ഇതിന് സമൃദ്ധിയായിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നാളെ പള്ളിയിലേക്ക് ഊട്ടുണ്ട്. അപ്പോൾ അതിന് പൊട്ടിച്ച് കൊണ്ടുപോകും ഇരുമ്പാമ്പുളി കൂടെ അച്ചാറിടാനായിട്ട്. അപ്പോൾ പിന്നെ ഇനി വീഡിയോ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം വന്നിട്ട് വീഡിയോ എടുത്തതാണ്. ഇതിലിപ്പോൾ ഇതൊക്കെ ഇത്തിരി മൂക്കാറായി തുടങ്ങി. ഇനി ഇതൊന്നും കൂടി മൂക്കൂട്ടുക. അപ്പോൾ ഇത് ചെത്തിയിട്ട് ചാളയിലിടണതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ കറി. ഇത് ചെത്തിയിട്ട് ചിലർ അങ്ങനെ ഇടും, മീൻസ് കഷ്ണാക്കി ഇടും. ഞാൻ ഇത് ചെത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ചോറ് കളയും. അങ്ങനെയാണ് ഞാൻ മീൻ കറിയിൽ ഇടുക. പിന്നെ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അരിഞ്ഞ് വെറുതെ ഇട്ടാൽ മതി. ഇതൊക്കെ അച്ചാറിന് കറക്റ്റ് പാകമാണ്. ഇതൊക്കെ പാകം തെറ്റാറായി. 2 ദിവസം കൂടിയും കഴിഞ്ഞാൽ അതിൻ്റെ പാകം തെറ്റും. പിന്നെ നമ്മൾ പരിപ്പിൽ വട്ടൻ അരിഞ്ഞിടും. ഇരുമ്പാമ്പുളി മാങ്ങയ്ക്ക് പകരമൊക്കെ ആയിട്ട് പുളി കിട്ടാനായിട്ട് പരിപ്പ് മുരിങ്ങക്കായ, പരിപ്പും തക്കാളിയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ, കുമ്പളങ്ങയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ വെക്കാറുണ്ട്. പിന്നെ ഇത് പണ്ട് കാലങ്ങളിൽ ഇത് ഉണക്കും. ഞങ്ങളുടെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനിത് പായയിലിട്ടിട്ട് ഇരുമ്പാമ്പുളി ചെത്തി ഉണക്കിയിട്ട് ചെപ്പിലിട്ട് വയ്ക്കുക. എന്നിട്ട് പിന്നെ ഇതില്ലാത്ത സീസണിൽ കുടപ്പുളി പോലെയൊക്കെ വെള്ളത്തിലിട്ട് കഴുകി ഇട്ട് അവർ മീൻ കറിയിലൊക്കെ ഇട്ട് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ചുട്ടിട്ട് ഇരുമ്പാമ്പുളി ചുട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കും. അടിപൊളി ടേസ്റ്റായിട്ടാണ്. നമ്മൾ ചാളക്കറിയിൽ ഇട്ടാലും ചാളക്കൂട്ടാനും നല്ല ടേസ്റ്റാണ്. ഈ ചമ്മന്തി നല്ലതാണ്. അപ്പോൾ ചമ്മന്തി ആവശ്യമുള്ളവർ, അതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ നമ്മളത് കാണിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈ കണ്ടു, നിങ്ങൾ കണ്ടു? ഇതാണ് ഇതിൻ്റെ തൈ. ഇപ്പോൾ ഇത് ഇങ്ങനെ കുറേ മുളച്ചുണ്ടാവും. ഇതിപ്പോൾ ഒരെണ്ണം കാണാനുള്ളൂ. ഞാൻ ആൾക്കാർ ചോദിച്ചാൽ അവിടുന്ന് പറിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് പഴുത്ത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൊക്കെ ചുറ്റും ഇങ്ങനെ തൈകൾ മുളയ്ക്കും. അപ്പോൾ അത് പറിച്ച് കുഴിച്ചിട്ടാൽ ഉണ്ടാവും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുവിധം എല്ലാ വീടുകളിലും ഇരുമ്പാമ്പുളി ഉണ്ടാവും. കാരണം പാടത്തെ മീനിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീടുകളിൽ നിന്ന് ഇരുമ്പാമ്പുളി മേടിക്കും. ഇപ്പോൾ ഇതൊക്കെ ചോദിച്ചാൽ നമ്മളോട് ഇഷ്ടമായ ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. ഇതൊരുവിധം ഓൾ സീസണാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഇരുമ്പാമ്പുളി. അത് പ്രായമായതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഇത്രയും ഉണ്ടായില്ലെങ്കിലും നമ്മുടെ ഒരു കറിക്ക് ആവശ്യമുള്ളതൊക്കെ ഒരുവിധം മിക്ക സമയങ്ങളിൽ ഇതുണ്ടാവും. മഴ പെയ്താൽ പൂ കൊഴിഞ്ഞു പോകും. അത് മാത്രമല്ല, മഴ ഇല്ലെങ്കിൽ പൂ പിടിച്ചത് ഒരെണ്ണം പോലും പോവാതെ ഇതിപ്പോൾ പിടിക്കും. പിന്നെ ഇതിൻ്റെ കമ്പ് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും വെട്ടിയാൽ മാത്രമാണ് ഇതുപോലെ കൊല്ല കുത്തിയിട്ട് എടുക്കണ. നോക്കി ഇതൊന്നല്ല, ഇതിൽ കൂടുതലുണ്ടാവാറുണ്ട്. ഇതിപ്പോൾ കുറവാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കെടുക്കും. ഈ തടി കാണാതെ കെടുക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. നല്ലോണം കമ്പ് വെട്ടി കൊടുക്കണം. പിന്നെ ഇപ്പോൾ ഇത് 2 വർഷമൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തൈ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൈത്തണ്ടയുടെ വണ്ണായി കഴിഞ്ഞാൽ അതുമ്പോൾ കായ പിടിക്കും. പിന്നെ കൊമ്പ് വെട്ടി കൊടുത്താൽ മതി. ഞാൻ സാധാരണ ഇരുമ്പാമ്പുളി മാർക്കറ്റിൽ ഇപ്പോൾ കടകളിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടായാലാണിത് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അടുത്ത വീടുകളിലൊക്കെ ഉണ്ടായി നമുക്ക് ചോദിച്ചാൽ ഇപ്പോൾ ആൾക്കാർ തരുട്ടാ. വെറുതെ നശിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇരുമ്പാമ്പുളി കൊണ്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം, അച്ചാറിടാം, പരിപ്പിലിട്ട് വെക്കാം, ഇത് ഉണക്കി വെക്കാം, അല്ലെ പാടത്തെ മീനിലൊക്കെ ഇട്ട് വെക്കാം, ചമ്മന്തി ഉണ്ടാക്കാം. ഒരുപാടുണ്ട്. ഇനി ഷുഗർ പേഷ്യൻസിന് നല്ലതാണ് ഈ പുളി. പക്ഷേ നമുക്കറിയാമല്ലോ, എന്ത് സാധനം കൂടുതൽ കഴിച്ചാൽ അത് ദോഷം തന്നെയാണ്. അപ്പോൾ കഴിക്കാൻ നമുക്ക് ധൈര്യമായിട്ട് അതൊക്കെ 1-2 കറിയൊക്കെ അങ്ങനെയൊക്കെ കഴിക്കാമെന്നല്ലാണ്ട് വാരി വലിച്ച് തിന്നാൻ പറ്റില്ലല്ലോ. ഏത് സാധനമായാലും ഇട്ടാ, എന്ത് അമൃതവും കൂടുതൽ കഴിച്ചാൽ ദോഷമാണെന്നല്ല പറയണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇരുമ്പാമ്പുളിയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കേ.